സിന്ദൂരരേഖ ഭാഗം 109. നിന്റെ കൂടെയുള്ളവൻ ഇനി ജീവനോടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് അകത്ത് കിടക്കുന്നവൻ എന്തോ ധൈര്യം കിട്ടിയതുപോലെ ഉണ്ണിയോട് വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും പെട്ടെന്ന് ഉണ്ണി തിരിഞ്ഞവനെ ഒന്ന് നോക്കി. എന്താടാ, നിനക്ക് നാവ് പൊന്തിയോ ഇപ്പോൾ? ഉണ്ണി ഗൗരവത്തിൽ അവനോട് തിരികെ ചോദിച്ചതും തിരികെ ഒരു പുച്ഛമായിരുന്നു അവനിൽ നിന്നുള്ള മറുപടി. നിങ്ങൾ ആരുടെ കൂടെയാണ് മുട്ടാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. എന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയ കാര്യം അവരറിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഒന്നും ജീവനോടെ വെച്ചേക്കില്ല അവർ. നിന്റെ പൊങ്ങച്ചം പറയുന്നത് കേൾക്കാനിരിക്കുന്നതല്ല ഞങ്ങളിവിടെ. വാ അടച്ച് അവിടെ വല്ലതും ഇരുന്നോ, ഇല്ലെങ്കിൽ ഇത്രയും നാളുള്ളതുപോലെ ആയിരിക്കില്ല, ഉണ്ണി ദേഷ്യത്തിൽ പറഞ്ഞു. പക്ഷേ അപ്പോഴും അയാളുടെ മുഖത്തൊരു തരം പുച്ഛം തന്നെയായിരുന്നു. ഇതിപ്പോൾ ഈ രാവിലെ തന്നെ രണ്ടും കൂടി ഇത് എങ്ങോട്ട് പോയതാണെന്നാവോ, വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഉണ്ണിയെയും മനുവിനെയും ഒരുപോലെ കാണാതിരിക്കുന്നത് കണ്ടതും അമ്മ ആദ്യോടെ ചിന്തിച്ച് സോഫയിലേക്ക് തളർന്നിരുന്നു. കൂടെ തന്നെ അമ്മാളുവും അമ്മാളുവിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഇതുവരെയും കാണാതെ വന്നതും രണ്ടുപേരുടെയും ഫോണിലേക്ക് എല്ലാവരും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷേ രണ്ടുപേരും കോൾ അറ്റൻഡ് ചെയ്യാതെ വന്നതും എല്ലാവരുടെയും ഉള്ളിലും ആദിയാണ്. അവർ പുറത്തേക്ക് എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോയതായിരിക്കും ചേച്ചി, ഇപ്പം തന്നെ വരുമായിരിക്കും, സമാധാനമായിട്ടിരിക്കുക. അമ്മയുടെ ആദി കണ്ടതും അമ്മാളുവിൻ്റെ അമ്മ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു നോക്കി. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അമ്മാള് ഒന്നും മിണ്ടാതെ നിശബ്ദമായി തന്നെ നിൽക്കുകയായിരുന്നു. കാരണം ഇന്നലെ തനിക്ക് കോളേജിൽ വെച്ചുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം മനുവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട് എന്നത് അമ്മാളുവിന് മനസ്സിലായ കാര്യമാണ്. അങ്ങനെ എടുത്തു ചാടിയൊരു അപകടത്തിലും പോയി പെടാതിരിക്കാനാണ് അവനോട് പ്രത്യേകം ഒന്നിനും നിൽക്കരുത് എന്ന് പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ രണ്ടുപേരും ചേർന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് എന്ന് അമ്മാളുവിന് മനസ്സിലായി. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു പെട്ടെന്ന് മുറ്റത്തൊരു കാർ വന്ന് നിന്നത്. മനുവോ ഉണ്ണിയോ ആയിരിക്കും എന്ന് കരുതി അമ്മയാണ് ആദ്യം മുറ്റത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ ഇതുവരെ കണ്ടു പരിചയം പോലും ഇല്ലാത്തൊരു വണ്ടി കണ്ടതും എല്ലാവരും സംശയത്തോടെ അതിലേക്ക് നോക്കി. പക്ഷേ അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ആളെ കണ്ടപ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ നിന്ന് തന്നെ അതൊരു പോലീസാണെന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ആരാ? അയാൾ ഉമ്മറത്തേക്ക് നടന്നു വന്നപ്പോൾ തന്നെ അമ്മ ചോദിച്ചു കഴിഞ്ഞിരുന്നു. ഐ ആം സൂര്യശങ്കർ IPS. എനിക്ക് മാനവനെ ഒന്ന് കാണണമായിരുന്നു. മനു ഇവിടെ ഇല്ല, പുറത്തേക്ക് പോയിരിക്കുവാണ്. ഇന്നലെ രാത്രി വരെ മാനവനോട് സംസാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ കരുതി വീട്ടിലുണ്ടാവുമെന്ന്, അതാ ഇങ്ങോട്ട് വന്നത്. സൂര്യൻ തനിക്കറിയാവുന്ന കാര്യങ്ങളിൽ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതേ സമയത്ത് തന്നെ മുറ്റത്തേക്ക് വീണ്ടും വണ്ടി വന്നു നിന്നു. അത് ഉണ്ണിയുടെ കാറായിരുന്നു. ഉണ്ണിയുടെ വണ്ടി കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്കും അമ്മാളുവിനും ഒക്കെ പകുതി സമാധാനമായി. എവിടെ ആയിരുന്നു ഉണ്ണി, മനുഷ്യനെ തീ തീറ്റിക്കാനായിട്ട്? എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പൊക്കൂടെ രണ്ടുപേർക്കും? എവിടെ അവനെവിടെ? അവനെ കണ്ടപ്പോൾ തന്നെ അമ്മ മുറ്റത്തേക്ക് അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുക്കം കാറിനുള്ളിലേക്ക് നോക്കിക്കൊണ്ട് അമ്മ മനു എവിടെയെന്നാണ് ചോദിച്ചത്. ഇതാരാ? പക്ഷേ അമ്മ ചോദിച്ചതിന് മറുപടി ഒന്നും പറയാതെ അവൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ ചൂണ്ടിയാണ് ചോദിച്ചത്. അത് IPS ഓഫീസറാണ്. മനുവിനറിയാം ആൾക്ക്. ഇപ്പോൾ മനുവിനെ കാണാൻ വന്നതാ. അവനെവിടെ? ഏട്ടൻ ദേവനിലയത്തിലുണ്ട്, ഞങ്ങൾ അവിടെ ആയിരുന്നു. പെട്ടെന്ന് അമ്മ മനു എവിടെ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അവനാകെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഒന്നുമില്ലെങ്കിലും ഏട്ടൻ വീട്ടിലേക്കെങ്കിലും വന്നിട്ടുണ്ടാകും എന്നവൻ വെറുതെയെങ്കിലും ആഗ്രഹിച്ചു പോയി. വീട്ടിലേക്കും അവൻ എത്തിയിട്ടില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ ഉണ്ണിയുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിയതുപോലെയായി. ഹായ്, ഐ ആം സൂര്യശങ്കർ, IPS ഓഫീസറാണ്. എനിക്ക് മാനവനെ ഒന്ന് കാണണമായിരുന്നു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, താനിപ്പോൾ പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോകാമോ? ഉണ്ണിയുടെ അടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് സൂര്യൻ പറഞ്ഞതും അവൻ ഏതോ ലോകത്തെന്ന പോലെയാണ് തലയാട്ടിയത്. മനു നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സൂര്യനെ അവന് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു. ഇനിയും അങ്ങോട്ട് പോകാനാണോ? അവനോട് ഇങ്ങോട്ട് വരാൻ പറയ്. അവനെ കാണാതിരുന്നിട്ട് എനിക്കെന്തോ നെഞ്ചിലാകെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ. വീണ്ടും ദേവനിലയത്തിലേക്ക് പോകാൻ എന്ന രീതിയിൽ നിൽക്കുന്ന ഉണ്ണിയോടും സൂര്യനോടുമായിട്ട് അമ്മ പറഞ്ഞു. അമ്മ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഉണ്ണിക്ക് വല്ലാത്തൊരു പ്രയാസമാണ് തോന്നിയത്. ഇന്നലെ രാത്രി കണ്ടതാണ് ഏട്ടനെ. പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഇത്രയും നേരമായിട്ടും എവിടെയാണെന്ന് പോലും അറിയില്ല. സ്റ്റേഷനിലേക്കെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ ഏത് സ്റ്റേഷൻ, എവിടുത്തെ സ്റ്റേഷൻ എന്നൊന്നും താനും ചോദിച്ചില്ല. അമ്മ, ഏട്ടനൊരു ഇൻ്റർനാഷണൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. വൈകുന്നേരം ആകും. എനിക്കും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരികെ എത്താം. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നറിയില്ല. എങ്കിലും അമ്മയോട് അങ്ങനെ ഒരു കള്ളം പറയാനാണ് അവൻ അന്നേരം തോന്നിയത്. അപ്പോഴും ഏട്ടൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്ന് ഉണ്ണിക്കും തോന്നി തുടങ്ങിയിരുന്നു. പോയിട്ട് വരാം, അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞ് കാറിലേക്ക് കയറാനൊരുങ്ങി. അപ്പോഴും അമ്മാളും ഏതോ ലോകത്തെന്ന പോലെ നിൽക്കുകയായിരുന്നു. ഉണ്ണിയുടെ മുഖത്തുനിന്ന് തന്നെ മനു അവൻ്റെ കൂടെ ഇല്ല എന്ന് അവൾക്ക് എങ്ങനെയോ മനസ്സിലാക്കാൻ പറ്റിയിരുന്നു.
അവളുടെ ശരീരവും മനസ്സും ഒരുപോലെ തളർന്നു പോയി. നമുക്ക് എൻ്റെ കാറിൽ പോവാം സാർ. സാറിൻ്റെ വണ്ടി ഇവിടെ കിടക്കട്ടെ. ഉണ്ണി പറഞ്ഞതും സൂര്യനൊന്ന് മൂളിക്കൊണ്ട് ഉണ്ണിയുടെ കൂടെ കാറിലേക്ക് കയറി. ഉണ്ണിയും സൂര്യനും കാറിലേക്ക് കയറി പോകുന്നത് അമ്മയും അമ്മാളവും നോക്കി നിന്നതേ ഉള്ളൂ. എന്തോ ഒരു അപകടം അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഒരുതരം ഭയം പോലെ. ഉണ്ണി പറഞ്ഞ കാര്യങ്ങൾ അവൾക്ക് മനസ്സുകൊണ്ട് ഒട്ടും വിശ്വസിക്കാനാവുന്നില്ലായിരുന്നു. പൊതുവേ ഉണ്ണി അങ്ങനെ കള്ളം പറയാറില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും അത് ആരുടേതാണെങ്കിലും മുഖത്ത് നോക്കി തന്നെ പറയുക എന്നൊരു പ്രകൃതമാണ് ഉണ്ണിയുടേത്. പക്ഷേ ഇന്നുണ്ണി മനു ദേവനിലയത്തിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിലെന്തോ ഒരു ഉറപ്പില്ലായ്മ തനിക്ക് തോന്നിയതാണ്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മുഖത്ത് നോക്കി പറയുന്നവൻ ഇന്ന് അക്കാര്യം പറഞ്ഞപ്പോൾ ആരുടെയും മുഖത്ത് നോക്കാതെയാണ് പറഞ്ഞത്. അതിൽ നിന്ന് തന്നെ ഈ ഒരു കുറഞ്ഞ സമയത്ത് തന്നെ ആരും അറിയാതെ തന്നെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതാണ് താൻ. അതിൽ തന്നെ അമ്മാളും ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. മനുവിന് എന്തോ പറ്റിയിട്ടുണ്ട് എന്നവൾക്ക് മനസ്സിലായി. കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ണി ആകെ സൈലൻ്റ് ആയിരുന്നു. അവൻ എന്താണ് പറയേണ്ടതെന്നറിയില്ലായിരുന്നു. മാനവ് എവിടെയുണ്ടെന്നാണ് പറഞ്ഞത്? കുറച്ചു കഴിഞ്ഞതും സൂര്യൻ തന്നെ അവനോട് ചോദിച്ചു, സാർ, ഏട്ടൻ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു നിശ്വാസത്തോടെയാണ് അവനത് പറഞ്ഞത്. വാട്ട്? അത് കേട്ടപ്പോൾ തന്നെ സൂര്യൻ ഞെട്ടലോടെയാണ് അവനോടത് തിരികെ ചോദിച്ചത്. സത്യമാണ്, ഏട്ടൻ ഇന്നലെ രാത്രി സ്റ്റേഷനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഡാമൻ, അവൻ എന്നെ അന്വേഷിച്ചാണ് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞിട്ടാണ് മാനവ് രാത്രി സ്റ്റേഷനിലേക്ക് വന്നത്. പക്ഷേ ഇന്നലെ ഞാൻ ഒരുപാട് നോക്കിയിരുന്നിട്ടും ആൾ സ്റ്റേഷനിലേക്ക് വന്നില്ല. കുറേ അന്വേഷിച്ചു ഞാൻ. പിന്നെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്നാണ് വീടിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് വീട്ടിലേക്ക് വന്നത്. സൂര്യൻ പറയുന്നത് കേട്ടതും ഉണ്ണിയും ആകെ ഞെട്ടിപ്പോയിരുന്നു. അവിടെയും എത്തിയിട്ടില്ല, വീട്ടിലുമില്ല. എങ്കിലേട്ടൻ എവിടെയായിരിക്കും? നിമിഷ നേരം കൊണ്ട് അവൻ്റെ നെഞ്ച് വല്ലാതെ മിടിച്ചുപോയി. സർ, ഏട്ടൻ അപ്പോൾ എവിടെയാണ്? ഉണ്ണി ഒട്ടും പറ്റാതെ വന്നതും ഒരരികിലേക്ക് വണ്ടി പാർക്ക് ചെയ്ത് നിർത്തി ദയനീയമായിട്ടെന്ന പോലെ ചോദിച്ചു പോയി. ഞാൻ താങ്കളിപ്പോൾ മനു ദേവനിലയത്തിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ അവിടെ കാണുമെന്നാണ് കരുതിയത്. അത് അമ്മയും അവളും ഒന്നും വിഷമിക്കണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ഇന്നലെ രാത്രി ആരും അറിയാതെ ഞങ്ങൾ രണ്ടുപേരും കൂടി ദേവനിലയത്തിലേക്ക് പോയതാണ്. ആ ഗുണ്ട വാസവൻ അവിടെ തന്നെ ഉണ്ടോ? ഉണ്ട്, അയാൾ അവിടെയാണ്. മാനവ് ഇന്നലെ ഞാൻ വിളിച്ച സമയം വെച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം രാത്രി 1 മണിക്ക് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്, അല്ലേ? അതെ, ഏട്ടൻ്റെ കാറിൽ ഡ്രൈവ് ചെയ്താണ് പോയതും. ഒറ്റയ്ക്ക് പോകുന്നത് കണ്ടപ്പോൾ ഞാനും കൂടെ വരാമെന്ന് ഏട്ടനോട് പറഞ്ഞതുമാണ്. പക്ഷേ ഞാനിപ്പോൾ ദേവനിലയത്തിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ മനഃപൂർവ്വം ഒറ്റയ്ക്ക് പോയതാണ്. തന്നെ അവിടെ നിർത്തി പോകാനും മാത്രം ദേവനിലയത്തിൽ അതിനും മാത്രം എന്താ ആവശ്യം? ഉണ്ണി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സൂര്യൻ സംശയത്തോടെ ചോദിച്ചത് അതാണ്. അതെനിക്ക് മനസ്സിലാവുന്നില്ല സാർ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്കാകെ തല പെരിക്കുന്നു. ഏട്ടനെ എവിടെ പോയാണ് ഞാൻ അന്വേഷിക്കേണ്ടത്? ഉണ്ണി നിസ്സഹായനായതുപോലെ സൂര്യനോട് ചോദിച്ചതും ഒരു നിമിഷം അവനൊന്ന് നിശബ്ദമായി. അടുത്ത നിമിഷം ഉണ്ണിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. നോക്കുമ്പോൾ അമ്മാളുമാണ്. കലങ്ങിയ കണ്ണുകൾ അവൻ ഷർട്ടിൻ്റെ കയ്യിൽ അമർത്തി തുടച്ചു. ഏട്ടത്തിയാണ്. ഞാൻ അവിടെ അവരോട് പറഞ്ഞത് നുണയാണെന്ന് അവൾക്ക് മനസ്സിലായി കാണും. അത് ചോദിക്കാനുള്ള വിളിയാണ്. അവൾ വിളിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൻ സൂര്യനോട് പറഞ്ഞു. അവൻ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. എന്താ അമ്മാളു? എൻ്റെ ഏട്ടനോട് ഞാൻ പറയുക, മനുവേട്ടനായിട്ട് വേണം ഇങ്ങോട്ട് തിരിച്ചു വരാൻ. അവൾ സ്വന്തം ഏട്ടനോടെന്ന പോലെ അതേ അധികാരത്തിലാണ് അവനോട് പറഞ്ഞത്. ഒരു തുടക്കമോ വിശദീകരണമോ ആ സംസാരത്തിനുണ്ടായില്ല. നേരെ അവൾ അവനോട് അത്രമാത്രമാണ് പറഞ്ഞത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മാളു ഒന്നും പറയാനോ ഉണ്ണിയുടെ മറുപടി കേൾക്കാനോ കാത്തു നിൽക്കാതെ അവൾ ഫോൺ കട്ട് ചെയ്തിരുന്നു. അവളുടെ സംസാരമെല്ലാം സൂര്യനും കേട്ടിരുന്നു. അവൻ അപ്പോഴും നിശബ്ദനായിരിക്കുകയാണ് ചെയ്തത്. നമുക്ക് സൈബർ സെല്ല് വരെ ഒന്ന് പോകാം. ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ സൂര്യൻ പറഞ്ഞതും അത് ശരിയാണെന്ന് ഉണ്ണിക്കും തോന്നി. അങ്ങനെ ഇരുവരും ചേർന്ന് സൈബർ സെല്ലിൽ പോയി. അവിടെ പോയിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ദേവനിലയത്തിൻ്റെ മുന്നിലുള്ള വഴിയിൽ വെച്ചാണ്. അതുകൊണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനാവുന്നുണ്ടായില്ല. സർ, ഏട്ടൻ്റെ കാറിൻ്റെ ഉള്ളിലൊരു ഫോൺ എപ്പോഴും കിടക്കാറുണ്ട്. ഏട്ടനതങ്ങനെ പുറത്തേക്ക് എടുക്കാറില്ല. ആൻഡ് ഏട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് വീടിൻ്റെ മുന്നിലുള്ള വഴിയിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും ഞാൻ അവിടെയൊന്നും ഏട്ടൻ്റെ വണ്ടി കണ്ടിട്ടില്ല. സോ ഐ തിങ്ക് ദേ വെൻറ്റ് വിത്ത് ഹിസ് കാർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ. യെസ്, ആ ഫോണിൻ്റെ ഡീറ്റെയിൽസ് പറയും. ഉണ്ണി വേഗം തന്നെ തൻ്റെ ഫോണിൽ നിന്ന് നമ്പറൊക്കെ നോക്കി പറഞ്ഞു കൊടുത്തു. ഫോണിപ്പോൾ കണിയങ്കോടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. ബിക്കോസ് അതൊരു ഹൈലി പോപ്പുലേറ്റഡ് ഏരിയ ആണ്. അതിന്ന് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. സ്ഥലത്തിൻ്റെ പേര് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സൂര്യൻ ആ സ്ഥലത്തെക്കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഉണ്ണിയോട് പറഞ്ഞു. ഉണ്ണി പോകാവുന്ന രീതിയിൽ അത് തലയാട്ടി സമ്മതിക്കുകയും ചെയ്തു.
നമുക്ക് ഈ വേഷത്തിൽ തന്നെ അവിടെ വരെ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. പോലീസ് വെഹിക്കിള് ആൻഡ് ബാക്കിയുള്ളവരെയൊക്കെ മറ്റൊരു വണ്ടിയിലായിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാം. സൂര്യൻ പറഞ്ഞതും അതും ഉണ്ണി സമ്മതിച്ചു കൊടുക്കുക തന്നെ ചെയ്തു. അവന് മുന്നിൽ ഇനി മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടതെന്നതിന് ഒരു വഴിയുമില്ലായിരുന്നു. സൂര്യൻ പറഞ്ഞതുപോലെ തന്നെ ഇരുവരും ചേർന്ന് ആദ്യം ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. ഇതേ സമയം മറ്റൊരിടത്ത് ഇരുട്ട് നിറഞ്ഞ മുറി. അവിടെയാകെ പടർന്നിരിക്കുന്ന ഇരുട്ടിൽ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയില്ല. നീ എന്താ കരുതിയത്? എനിക്കെതിരെ ചെയ്തതൊന്നും ഞാൻ അറിയില്ലെന്നോ? ഇരുട്ടിൽ ആ ശബ്ദം അവിടെ ഒന്നാകെ പ്രതിധ്വനിച്ചു. മറുവശത്തു നിന്നും മറുപടിയൊന്നും ഇല്ലായിരുന്നു. തീർത്തും നിശബ്ദത മാത്രം. നീ ബൈബിള് വായിച്ചിട്ടുണ്ടോ? അതിലൊരു വാക്കുണ്ട്, പ്രതികാരം എൻ്റെതാണ്, അതിന് ഞാൻ തന്നെ പകരം വീട്ടുവെന്ന്. വീണ്ടും ആ ശബ്ദം അവിടെ ആകെ പ്രതിധ്വനിച്ചു. അവിടെ ആകെ ഒന്നുമില്ലാത്തത് കൊണ്ട് അതവിടെ മുഴുവൻ മുഴങ്ങിക്കേട്ടു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടുമായിട്ട് നാളെ തന്നെ വരാം കേട്ടോ. ബൈ.